ഹായ് മക്കളെ, ക്ലാസ് 9 മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 2 പോളിനോമിയൽസ് ആണ് നാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. നോക്കൂ, പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്ര ചാപ്റ്റർ ആണ്. ഓൾജിബ്ര എന്ന് കേൾക്കുമ്പോൾ ആരുടെയും മുഖം ചുളിയണ്ട, വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഓൾജിബ്ര. അത് സിസ്റ്റമാറ്റിക് ആയി കൺസെപ്റ്റ്സ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് റെഗുലറായി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നമുക്ക് എങ്ങനെ അതിനെ ഏറ്റവും സിമ്പിളായി ഈ ചാപ്റ്റർ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, നമുക്ക് ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ആ ചാപ്റ്ററിൽ ഏതെല്ലാം ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, അതിൽ ഏത് ടോപ്പിക്കാണ് നമുക്ക് പഠിച്ചത്, ഏതാണ് ഇനി പഠിക്കാനുള്ളത് എന്ന കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആ ചാപ്റ്റർ എടുക്കുന്നതോടൊപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കും മാക്സിമം യൂസ് ചെയ്യണം. നിങ്ങൾ ഓരോ ദിവസവും ആ ചാപ്റ്ററിൽ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റ്സ് കൃത്യമായി വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വായിക്കാനുള്ളതാണ്, ടീച്ചേഴ്സിനുള്ളതല്ല. ടീച്ചേഴ്സിന് വേറൊരു ബുക്കുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്ത വളരെ വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഓരോ കുട്ടിയും ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെ ഓരോ സെന്റൻസും കൃത്യമായി വായിച്ചിരിക്കണം. വായിച്ചു നോക്കുക, എന്നിട്ട് ഏകദേശം ഐഡിയ കിട്ടിക്കൊണ്ട് മനസ്സിലാക്കി പോയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമെങ്കിലും ആ ചാപ്റ്ററിൽ എന്താണ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചിരിക്കണം. നോക്കൂ, നമ്മൾ ഈ ചാപ്റ്ററിനെ 5 ടോപ്പിക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് സീറോസ് ഓഫ് എ പോളിനോമിയൽ. എങ്ങനെ പോളിനോമിയൽസിന്റെ സീറോസ് കണ്ടെത്താം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ ടോപ്പിക് റിമൈൻഡർ തിയറം. ഏകദേശം റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. റിമൈൻഡർ തിയറം എന്താണെന്ന് നമുക്ക് ആ സമയത്ത് പറഞ്ഞു തരാം. നെക്സ്റ്റ് നാലാമത്തെ ടോപ്പിക് ഫാക്ടറൈസേഷൻ ഓഫ് ദ പോളിനോമിയൽസ് എന്നുള്ളതാണ്. ഫാക്ടറൈസേഷൻ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം ആൽജിബ്രൈക് എക്സ്പ്രഷനിലെ ഐഡന്റിറ്റീസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എങ്കിലും കൂടുതലായിട്ട് അതിനെപ്പറ്റി എന്ത് പഠിക്കാം എന്ന് നോക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ആൽജിബ്രൈക് ഐഡന്റിറ്റീസ് ആണ്. ഇതും കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ചൊക്കെ തുടർന്നിരുന്നു. അതിന് കഴിഞ്ഞ 8ന്റെ കണ്ടിന്യൂവേഷൻ ആണ് 9ന്റെ കണ്ടിന്യൂവേഷൻ ആണ് 10th സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ മനസ്സിലായില്ലെങ്കിൽ 8th ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ 9th ബുദ്ധിമുട്ട് വരും. എങ്കിൽ 9th നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ 8ന്റെ ബേസിക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോടോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസോ ഏത് രീതിയിലെങ്കിലും നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 5 ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നാം പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ് എന്നുള്ള ഭാഗവും സീറോസ് ഓഫ് എ പോളിനോമിയൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമോ എന്നറിയില്ല. പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, പോളിനോമിയൽസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് എന്താണ്? പോളിനോമിയൽസിന്റെ മുൻപ് നമ്മൾ 8th പഠിച്ചത്. 8th നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ പഠിച്ചിരുന്നു അല്ലെ? എങ്ങനെയാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത്, എന്താണ് അതിന്റെ ആവശ്യം, ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. നോക്കൂ, നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡന്റെ ഷേപ്പ് റെക്ടാങ്കിൾ ഷേപ്പാണ്. ഇതിന്റെ ലെങ്ത് 10 മീറ്ററും 10 മീറ്റർ ആ ഗാർഡൻ ഏത് ഗാർഡനും ആയിക്കോട്ടെ ഇതിന്റെ ലെങ്ത് 10 യൂണിറ്റും യൂണിറ്റ് ഏതും ആയിക്കോട്ടെ, നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ആ യൂണിറ്റ് സെന്റിമീറ്ററോ മീറ്ററോ വേറെ ഏതെങ്കിലും അളവുകളായിട്ട് മാറാം. 10 യൂണിറ്റും അതിന്റെ ബ്രെഡ്ത്ത് 5 യൂണിറ്റും ആണെങ്കിൽ ഇതിന്റെ ഏരിയ, ഈ ഗാർഡനിൽ എത്ര ഏരിയ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എന്തായിരുന്നു അത്? റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് 10 × 5 എന്ന് 50 സ്ക്വയർ യൂണിറ്റ് ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലേ? എന്നാൽ ഇതിന്റെ ചുറ്റും നമുക്ക് മതിൽ കെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെൻസ് വേലി ഇതിന്റെ ചുറ്റും അതിർത്തി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പെരിമീറ്റർ എത്രയാണ്? അങ്ങനെയുള്ള ആവശ്യം
കാണാനുള്ള സൂത്രം ഇതിന്റെ എല്ലാ ചുറ്റുമുള്ള ഇതിന്റെ എല്ലാ അളവുകളും തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 10 + 10 + 5 + 5 ഇതല്ലേ ഇതിന്റെ. അതായത് 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും 2 × ലെങ്ത് + ബ്രെഡ്ത്ത് 2 × ലെങ്ത് + ബ്രെഡ്ത്ത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 2 × 10 + 5. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. 30 എന്ന് വരും, 30 യൂണിറ്റ് എന്ന് വരും. ഇതിന്റെ ചുറ്റിലുമുള്ള അളവ് പെരിമീറ്റർ, ഇതിന്റെ ചുറ്റുമുള്ള അളവാണ് 30 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എങ്കിൽ ഈ ഗാർഡന്റെ ഒരു വീട്ടിലുള്ള അളവായിരിക്കില്ല വേറൊരു വീട്ടിലെ ഗാർഡൻ, അല്ലെ? ഈ ഗാർഡന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അളവ് മാറ്റി മാറ്റി വന്നാൽ നമുക്ക് ഇതിനെ, അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ലെങ്ത് കുറച്ച് കൂട്ടിയെടുത്തു, 2 യൂണിറ്റ് കൂട്ടിയെടുത്തു, ഗാർഡൻ വലുതാക്കി എന്ന് വന്നാൽ, അല്ലെ? അപ്പൊ ഇതിന്റെ ഏരിയയും മാറും, പെരിമീറ്ററും മാറും. ഇങ്ങനെ മാറി മാറി വരുന്ന സന്ദർഭങ്ങളിൽ ഇതെല്ലാം കാണാനുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നും, അതായത് ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നും, പെരിമീറ്റർ = 2 × L + B എന്നും. നമ്മൾ ഈ അളവ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഒരു വേരി ചെയ്യുകയാണ്. ഇതിന്റെ ലെങ്ത് ഓഫ് സൈഡ്സ് വേരി ചെയ്യുകയാണ്. ആ വേരി ചെയ്യുമ്പോൾ നമ്മൾ ഈ 10 യൂണിറ്റ് എന്നുള്ളതിന് പകരം ഇവിടെ x യൂണിറ്റ് എന്നാക്കി. അതിന്റെ ലെങ്ത് x യൂണിറ്റ് ആണ്, ബ്രെഡ്ത്ത് 5 യൂണിറ്റ് ആണ്. ക്ലിയർ? എങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ, ആദ്യത്തെ ഗാർഡന്റെ പെരിമീറ്റർ എന്തായിരിക്കും? ആദ്യത്തെ ഗാർഡന്റെ പെരിമീറ്റർ = 2 × ലെങ്ത് + ബ്രെഡ്ത്ത് x + 5, 2 × x + 5, അതായത് 2x + 10 എന്ന് വരും. പെരിമീറ്റർ = 2x + 10 എന്ന് വരും. ഇതൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താണ് ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കൊണ്ട് നമുക്കുള്ള മെച്ചം? ഇവിടെ ഈ എക്സിന് ഏതൊരു വാല്യൂ കൊടുത്താലും നമുക്ക് ഇതിന്റെ ഗാർഡന്റെ പെരിമീറ്റർ കിട്ടും, അല്ലെ? അതിപ്പോ നമുക്ക് ആവശ്യമുണ്ടോ എങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നോളജി യൂസ് ചെയ്ത് പെരിമീറ്റർ കാണുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വില അവിടെ ചേർത്താൽ മതി. ആ ഫോർമുല ഒരു ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് അവിടെ നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത്. ക്ലിയർ? അത് നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ വീട്ടിലെ അളവ് കൊടുക്കുമ്പോൾ വേറൊരു സ്ഥലത്തിരുന്ന് അതേ ഓൾജിബ്രൈക് എക്സ്പ്രഷനിലാണ് മറ്റൊരു വാല്യൂ എക്സിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആവശ്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതൊരു ഏരിയ കിട്ടുന്നതിനും അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടുന്നതിനും ഇതേപോലെ മറ്റ് എല്ലാ അളവുകളും കിട്ടുന്നതിന് നമ്മൾ ഈ ഫോർമുലയിൽ വിലകൾ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമുള്ള വാല്യൂ കൃത്യമായിട്ട് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓൾജിബ്രായിക് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിലെ എത്ര ടേംസ് ഉണ്ട്, എന്താണ് ഇത്? എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അല്ലേ? നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. ആ ലെങ്ത് ഒരാൾ എടുക്കുന്നതല്ല, മറ്റൊരാൾ എടുക്കുന്നുണ്ടാവുക. അതായത് എക്സിന് നമുക്ക് ഏത് ഈ ലെങ്ത് മാറി മാറി വരാം, അല്ലേ? ഗാർഡന്റെ ലെങ്ത് ഓഫ് സൈഡ്, ലെങ്ത് എന്ന് പറയുന്നത് ഗാർഡന്റെ ലെങ്ത് മാറ്റി മാറ്റി പറഞ്ഞാൽ നമുക്ക് എക്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും, വേരിയബിൾ വേരി ചെയ്യും എന്നുള്ളതാണ്. ഇതിലെ കോൺസ്റ്റന്റ് മാറാത്ത നമ്പറാണ് 2 എന്നുള്ളതും 10 എന്നുള്ളതും. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ വേരിയബിൾ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഷർമെന്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ എക്സ് എന്ന അളവ് ഉപയോഗിച്ചു, എക്സ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചു. എക്സിന് പകരം നിങ്ങൾ സാധാരണ വേരിയബിൾസിനെ എക്സ്, വൈ, സെഡ് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നമുക്ക് മാറാത്ത കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന, അല്ലെ, ഒരു ഫിക്സഡ് വാല്യൂ ഉള്ളത് 2നും 10നും ആണ്. അത് നമ്മളുടെ കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ വേരിയബിൾ എന്താണെന്നും ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ കോൺസ്റ്റന്റ് എന്താണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്റെ ചോദ്യം, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒരു വേരിയബിൾ മാത്രമുള്ളതാണോ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒരു വേരിയബിൾ ആകണമെന്നില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ
പകരം y എന്ന് കൊടുക്കും. ഇപ്പൊ എന്തുണ്ടായി മക്കളെ? ഈ ആദ്യത്തെ ഗാർഡന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ് എക്സ് പ്ലസ് വൈ എന്ന് വന്നു. ക്ലിയർ? അതായത് ബ്രെഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. മുമ്പ് ലെങ്ത് മാത്രമേ ഈ സൈഡ് മാത്രമേ വേരി ചെയ്തോണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ബ്രെഡും വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 2x പ്ലസ് 2y എന്ന് പറയുന്ന ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? അതായത് പെരിമീറ്ററിനെ സൂചിപ്പിക്കുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഇതാണെന്ന് അർത്ഥം. ഇതിൽ രണ്ട് വേരിയബിൾ നിങ്ങൾക്ക് കാണാം. വേരി ചെയ്യുന്ന രണ്ട് മെഷർമെന്റ്സ് ഏതൊക്കെയാണത്? ഒന്ന് ലെങ്തിനെ സൂചിപ്പിക്കുന്ന എക്സും മറ്റൊന്ന് വൈയും. അതായത് ഇത് രണ്ടും ഏതാണ്? വേരിയബിൾസ് ആണ്. ഓക്കെ, ആ രണ്ട് അളവുകളും വേരിയബിൾസ് ആണ്. എക്സും വൈയും ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് 2 ആണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ഈ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു വേരിയബിൾ വരുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ട്, രണ്ട് വേരിയബിൾ വരുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ട്. ഇനി 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 വേരിയബിൾ വരുന്നത് ഉണ്ടാകാം. നമ്മളിപ്പോ ക്യൂബ്, ബോക്സ്, ഇതിന്റെ വോള്യം പറയുന്ന സമയത്ത് ലെങ്ത്, ബ്രെഡ്, ഹൈറ്റ് അല്ലേ, 3 അളവുകൾ നമ്മൾ ഉപയോഗിച്ചു. അവിടെ നമുക്ക് 3 വേരിയബിൾ വരുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടും വോള്യം കാണുന്ന സമയത്തൊക്കെ. നമുക്ക് എക്സ്പോണൻസ് 2 ആയ ഓൾജിബ്രൈക് എക്സ്പ്രഷനും നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും. അപ്പൊ നമുക്ക് അതെങ്ങനെ വരാമെന്ന് നോക്കാം. നോക്കൂ മക്കളെ, നമ്മൾ ഒരു വേരിയബിളിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനും രണ്ട് വേരിയബിളിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനും എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, നമുക്ക് ഇതിലെ ഏരിയ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഏരിയ കാണാൻ, സ്ക്വയറിന്റെ ഏരിയ കാണുകയാണെന്നിരിക്കട്ടെ, അതിന്റെ ഒരു സൈഡ് എക്സ്, അതായത് വേരി ചെയ്തുകൊണ്ടിരിക്കും. 10 5 2 എത്രയോ ആയിക്കോട്ടെ, ആ വേരി ചെയ്യുന്ന ഒരു മെഷർമെന്റ് എക്സ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ആ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? അതിനെ സൂചിപ്പിക്കുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഏരിയ കാണാൻ നമുക്കറിയാം, സൈഡ് സ്ക്വയർ ആണ്. സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്, അതായത് എക്സ് സ്ക്വയർ ആണ്. ഏരിയയെ സൂചിപ്പിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. ഇതൊരു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. അത് നമുക്ക് നോക്കൂ, എക്സിന്റെ ആ എക്സ്പോണന്റ് പവർ എത്രയാണ്? 2 ആണ്. അതായത് നമുക്ക് ഇവിടെ ഇതിന്റെ പവർ 1 മാത്രം ആവണമെന്നില്ല. എല്ലാ ഓൾജിബ്രൈക് എക്സ്പ്രഷനിലും 1 ആവണം എന്നില്ല. അതിലെ 2 3 എത്ര വേണമെങ്കിലും ഓൾജിബ്രൈക് എക്സ്പ്രഷന്റെ വരാം എന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിലും ഇപ്പോഴേ നമ്മൾ 2 യൂണിറ്റ് ഇതിനെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതൊരു സ്ക്വയർ ആവണമെങ്കിൽ ഇവിടെയും 2 കൂട്ടേണ്ടി വരും. അതായത് ഇങ്ങനെ വരും അല്ലേ? അതായത് പുതിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് എക്സ് പ്ലസ് 2 ആണ്. അതിന്റെ ഏരിയ എക്സ് പ്ലസ് 2 സ്ക്വയർ ആണ്. ക്ലിയർ? എക്സ് പ്ലസ് 2 സ്ക്വയർ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഐഡന്റിറ്റി പഠിച്ചതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 അല്ലേ? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 അതായത് 4x പ്ലസ് 2 സ്ക്വയർ 4. a plus b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഈ ചിത്രം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. നോക്കൂ മക്കളെ, ഇതിന്റെ ഏരിയ, ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് സ്ക്വയർ, ഈ റെക്ടാംഗിളിന്റെ ഏരിയ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് 2x. ഇങ്ങനെയല്ലേ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടായത്. അതുപോലെ ഈ റെക്ടാംഗിളിന്റെ ഏരിയയും 2 ഉം x ആണെങ്കിൽ 2x. ദെൻ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ അവിടെ 2 ആണെങ്കിൽ ഇതും 2 ആണ്, ഇത് 4. അപ്പോൾ ആകെ എക്സ് സ്ക്വയർ പ്ലസ് 2x ഉം 2x ഉം 4x പ്ലസ് 4 എന്ന് കിട്ടും. ക്ലിയർ? അതായത് ഈ പുതിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതൊരു വേരിയബിളുള്ള, ഈ ഇതിലാണെങ്കിൽ ഒരു വേരിയബിളുള്ള ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് ഇതിന്റെ ഏരിയയെ നോട്ട് ചെയ്യാം. അപ്പൊ എവിടെ ഇരുന്നും നമ്മൾ ഏതൊരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എവിടെ വെച്ച് നമുക്ക് ഏരിയ കാണാനുള്ള ആവശ്യം വന്നാലും ഏതൊരു വലിയ സ്ഥലത്തിന്റെയും ഏരിയ, സ്ക്വയർ ആകുകയുള്ള ഏതൊരു വലിയ സ്ഥലത്തിന്റെയും ഏരിയ കാണാൻ നമ്മൾ അതിൽ വാല്യൂ മാത്രം, എക്സിനെ സൈഡിന്റെ ലെങ്ത് മാത്രം ഒന്ന് കൊടുത്തു നോക്കിയാൽ ഉടനെ നമുക്ക് അതിന്റെ ഏരിയ എത്രയാണ് എന്ന ഐഡിയ നമുക്ക് പറഞ്ഞു തരും.
അപ്പൊ അങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ആദ്യം ഫീഡ് ചെയ്യണം അല്ലേ, ഇൻപുട്ട് കൊടുക്കണം, ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. ആ ഇൻപുട്ടാണ് നമ്മൾ എന്ത് ഈ ഫോർമുല കൊടുക്കുക എന്നുള്ളത്, ഏരിയ കാണാനുള്ള ഫോർമുല, ഈ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഇതാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അല്ലെ. ഇങ്ങനെ 2 യൂണിറ്റ് നീട്ടിയെടുത്താലുണ്ടാവുന്ന സ്ക്വയറിന്റെ 2 ഇവിടെ നമുക്ക് എത്രയാണ് നീട്ടിയെടുക്കണമെങ്കിൽ അതിന് വേറെ ഒരു വേരിയബിൾ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഫോർമുലയായിരിക്കും ഇവിടെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ എന്നത് കൊടുത്താൽ, എക്സിന്റെ വില കൊടുത്താൽ ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായി? അപ്പൊ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ AI പോലെയുള്ളതിൽ പോലും നമുക്ക് വളരെ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ആണ്. ഓൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹയർ ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ പുതിയ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതിലും അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് തന്നെയാണ്. പെർട്ടിക്കുലർ ആയിട്ട് കണ്ടെത്താൻ നമുക്ക് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അത് നമുക്ക് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഒരു ഫോർമുലയോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാം ഇപ്പോഴേ എന്താണ് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നും എന്താണ് അതിലെ 2x + 3 എന്ന് പറയുന്നതിൽ വേരിയബിൾ എന്താണ് എന്നും, വേരിയബിൾ വേരി ചെയ്യുന്നത് വേരിയബിൾ അല്ലെ, കോൺസ്റ്റൻസ് എന്താണെന്നും, കോൺസ്റ്റൻസ് ഫിക്സഡ് വാല്യൂ ഉള്ളതാണ് കോൺസ്റ്റന്റ് എന്താണെന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ കൂടാതെ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ ശ്രദ്ധിക്കേണ്ടത് എക്സ് എത്ര ടൈം, എക്സിനെ ഏത് നമ്പർ കൊണ്ടാണോ, വേരിയബിളിനെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിനെയാണ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. കോയിഫിഷ്യന്റ് 2x + 3 ൽ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് = 2. ക്ലിയർ? 3 അപ്പോൾ എന്താണ്? 3 എന്ന് പറയുന്നത് 3x⁻0 ആണ്. 3 = 3 × 1 ആണ്. 3x⁻0, അതായത് x⁻0 ന്റെ കോയിഫിഷ്യന്റ് ആണ് 3 എന്നർത്ഥം. അതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് മാത്രം. ക്ലിയർ? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2x² + 3x + 5 - 5 ഇതിൽ x² കോയിഫിഷ്യന്റ്, ഈ x² എന്ന് പറയുന്ന വേരിയബിൾ x വേരിയബിൾ ആണ്. x² കോയിഫിഷ്യന്റ് 2 ആണ്. x കോയിഫിഷ്യന്റ് +3 ആണ്. മനസ്സിലായില്ലേ? ഇതോ x⁻0 ആണ്, കോൺസ്റ്റന്റ്. ആ ടേം എത്രയാണ്? -5 ആണ്. മനസ്സിലായില്ലേ? അതായത് കോയിഫിഷ്യന്റ് ഓഫ് വേരിയബിൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ വേരിയബിൾ എന്താണെന്നും കോൺസ്റ്റന്റ് എന്താണെന്നും കോയിഫിഷ്യന്റ് എന്താണെന്നും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ. മക്കളെ, നമ്മളെ ഇവിടെ കുറച്ച് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. വേരിയബിളും കോൺസ്റ്റന്റും ഉപയോഗിച്ച് 4 ഓപ്പറേഷൻസും യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത്. അതായത് കോൺസ്റ്റന്റിനെയും വേരിയബിളിനെയും 4 ഓപ്പറേഷൻസ്, അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു ആൻഡ് ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒക്കെ 4 ഓപ്പറേഷൻസ് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും അതിലെ ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത്. ക്ലിയർ? അങ്ങനെയുള്ള കുറച്ച് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ എല്ലാം പോളിനോമിയൽ ആണോ എന്നതാണ്. നമ്മൾ പോളിനോമിയൽ എന്താണ് എന്നുള്ളതിലേക്കാണ്. നോക്കൂ, ഇതിന്റെ ഈ വേരിയബിളിന്റെ പവർ എക്സ്പോണന്റ് ഇവിടെ 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. 2 ഹോൾ നമ്പർ ആണ്. ഇവിടെയും x⁻1 ആണ്. 1 ഒരു ഹോൾ നമ്പർ ആണ്. ഇവിടെ x⁻0 ആണ്. 0 ഒരു ഹോൾ നമ്പർ ആണ്. ഇവിടെ -5 ആണ്. 5 ഹോൾ നമ്പർ ആണ്. ഇവിടെയും ഹോൾ നമ്പർ. അങ്ങനെ ഇതിലെല്ലാം ഹോൾ നമ്പേഴ്സ് ആണ്. x എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. x-ന്റെ പവർ 1 ആണ്. ക്ലിയർ? അതുകൊണ്ട് ഇതും ഒരു ഹോൾ നമ്പർ ആയിട്ട് തന്നെയാണ്. എന്നാൽ ഈ രണ്ടെണ്ണത്തിൽ ഇതിന്റെ വേരിയബിളിന്റെ പവർ എത്രയാണെന്ന് നോക്കാം. 2√x - 1 എന്ന് പറയുന്നത് 2 × എക്സ്പോണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചത് പ്രകാരം √x എന്ന് പറയുന്നത് x⁻½ അല്ലേ മക്കളെ? √x എന്ന് പറയുന്നത് x⁻½ ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്.
ഓർമ്മയില്ലേ? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/3 ആണ്. ഈ റൂട്ടിന്റെ ഉള്ളിൽ ഇവിടെ 2 ഉണ്ട്, നമ്മളത് എഴുതാതെയാണ്. ആ 2 ആണ് ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നത് അല്ലേ? എക്സ് റേസ് ടു 2/3 എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ടിന്റെ ഉള്ളിൽ എഴുതേണ്ടത് 3 ആണ്, ക്യൂബ് റൂട്ട് ഓഫ്. ഇനി ബാക്കിയുള്ളത് റൂട്ടിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ. കഴിഞ്ഞ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 2 റൂട്ട് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 2x റേസ് ടു ഹാഫ് മൈനസ് 1 ആണ്. ഇതിൽ നമ്മുടെ ഈ പവർ എക്സ്പോണന്റ് ഹോൾ നമ്പർ ആണോ? 1/2 ഹോൾ നമ്പർ അല്ല. ഹോൾ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മക്കളെ? 0, 1, 2, 3 എക്സെട്ര. ഇതൊക്കെയാണ് ഹോൾ നമ്പർ അല്ലേ? ഇവിടെ ഹോൾ നമ്പർ അല്ല 1/2. മനസ്സിലായില്ലേ? ഇതിൽ നിന്നുള്ള ഡിഫറൻസ്, ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നിന്ന് ഇതിലേക്കുള്ള ഡിഫറൻസ് അതാണ്. ഇതിൽ നോക്കൂ, എക്സിന്റെ പവർ 1 ആണ്. പക്ഷേ 1/x എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പോണന്റ് ലോയിൽ പഠിച്ചതാണ്. 1/x നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് റേസ് ടു -1 എന്ന് എഴുതാം അല്ലേ? എക്സ് റേസ് ടു 1 പ്ലസ് എക്സ് റേസ് ടു -1 എന്നായി മാറി. അതായത് ഈ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല. അതായത് ആദ്യത്തെ 5 ഓൾജിബ്രായിക് എക്സ്പ്രഷൻസും അതിന്റെ വേരിയബിൾസിന്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ അടുത്ത ലാസ്റ്റ് 6th 7th ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഞാൻ എഴുതിയതിൽ അത് അതിന്റെ പവർ ഹോൾ നമ്പർ അല്ല. വേരിയബിളിന്റെ പവർ ഏതിലെങ്കിലുമൊക്കെ ഹോൾ നമ്പർ അല്ലാതെ വരും. മനസ്സിലായില്ലേ? ഈ ടേബിളും വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ ഈ ടേബിൾ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഡിഫറൻസ് ഇതാണ്. ഇങ്ങനെ ഹോൾ നമ്പർ ആകുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് മാത്രമേ ഏത് സെറ്റിൽ വരൂ? പോളിനോമിയൽസ് എന്നുള്ള സെറ്റിൽ വരൂ. എന്താണ് കണ്ടീഷൻ? പോളിനോമിയൽസ് ആവാനുള്ള കണ്ടീഷൻ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആകുന്ന ആണെങ്കിൽ മാത്രമേ ആ എക്സ്പ്രഷൻ പോളിനോമിയൽ എന്നുള്ള സെക്ഷനിൽ വരൂ, ആ ഗ്രൂപ്പിൽ വരൂ, പോളിനോമിയൽ ആവൂ എന്നർത്ഥം. അതായത് ഹോൾ നമ്പർ അല്ലാത്ത, വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ അല്ലാത്ത ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനും ഏതിൽ വരില്ല? പോളിനോമിയൽ അല്ല എന്ന് പറയാം. ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക ആ പോയിന്റ്. എന്താണ് പോളിനോമിയൽ? ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ ആ ഓൾജിബ്രായിക് എക്സ്പ്രഷനെ നമുക്ക് എന്ത് പറയാം? പോളിനോമിയൽ എന്ന് പറയാം. ക്ലിയർ? ബാക്കി ഹോൾ നമ്പർ, നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്, ബാക്കിയുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അതൊരു പോളിനോമിയൽ അല്ല എന്ന് പറയാൻ സാധിക്കും. ഹോൾ നമ്പർ, വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആവണം എന്ന് മാത്രം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. പോളിനോമിയൽ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പൊ ഇതിൽ പോളിനോമിയൽ ആണ് ഇതെല്ലാം. ഇനി ഇതിൽ ഒരു വേരിയബിൾ മാത്രമുള്ളത് ഏതാണ്? 1 വേരിയബിൾ മാത്രമുള്ളത്. ഇത് ഒരു വേരിയബിൾ മാത്രമാണ് അല്ലേ? ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആണ്. ഇത് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആണ്. y എന്ന വേരിയബിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആണോ? അല്ല, എക്സും വൈയും ഉണ്ട്. അപ്പൊ ഇത് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ അല്ല. ഇത് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ, ഇതും പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ റൂട്ട് വന്നിട്ടില്ലേ, ഇത് പോളിനോമിയൽ ആണോ എന്ന് ചോദിക്കണ്ട. കാരണം എന്താണ്? റൂട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ കോൺസ്റ്റന്റ് ടേമിലാണ്. നമ്മൾ വേരിയബിളിന്റെ പവറായിട്ടാണ് റൂട്ട് വരാൻ പാടില്ലാത്തത് അല്ലേ? ഹോൾ നമ്പർ അല്ലാത്ത നമ്പർ വരാൻ പാടില്ലാത്തത്. ഇത് √2 എന്ന് പറയുന്നത് ഇതിന്റെ കോയിഫിഷ്യന്റ് ആണ്, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എക്സിന്റെ പവർ ആണ് √2 വരാൻ പാടില്ലാത്തത്, അതായത് ഹോൾ നമ്പർ വരാൻ പാടില്ലാത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആണ്. ഇത് രണ്ട് പോളിനോമിയൽ അല്ല. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞു? വേരിയബിളിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ അത്തരം ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് പോളിനോമിയൽ. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ? ഒരു വേരിയബിൾ മാത്രമുള്ള പോളിനോമിയൽ, അതാണ് പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. നോക്കൂ, കുറച്ച് പോളിനോമിയൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലെ ഡിഗ്രി എന്ന് പറയുന്നത്
പറയുന്നത്, ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ഉണ്ടല്ലോ അതിന്റെ പവർ ഈ എക്സിന്റെ എക്സ്പോണന്റ് എന്താണ് 3 ആണ്. അപ്പൊ ഇതിന്റെ പവർ എന്താണ് 3 ആണ് അല്ലേ. ഈ ടേമിലോ ഇത് ടേമുകളല്ലേ, ഈ ടേമിൽ എക്സിന്റെ എക്സ്പോണന്റ് 2 ആണ്. അതുകൊണ്ട് ഇതിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഇതിലെ ഹൈയസ്റ്റ് പവർ ഏതാണ്? ഹൈയസ്റ്റ് പവർ 2 3 ഉണ്ട്. അതിൽ ഹൈയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 3 അല്ലേ, 3ഉം 2ഉം ആണ് ഉള്ളത്. ഇതിൽ പിന്നെ x raised to 0 ആണ് അല്ലേ, കോൺസ്റ്റന്റ് ആണ്. ഇനി അതുകൊണ്ട് ഇതിലെ 3 ആണ് ഹൈയസ്റ്റ് പവർ. അതുകൊണ്ട് ഇതിന്റെ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 3 എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇതിന്റെ ഡിഗ്രി, ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണ്. അതായത് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിന്റെ ഹൈയസ്റ്റ് പവറിനെയാണ് നമ്മൾ പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ പോളിനോമിയൽ ഈസ് നോൺ ആസ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇതില് ഈ ഒരു വൈയുടെ എക്സ്പോണന്റ് 5 ആണ്. ഇതിന്റെ പവർ 5, ഇതിന്റെ 2, ഇതിന്റെ എത്രയാണ്? ഇതൊരു ടേം ആയി കണക്കാക്കുമോ? 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ, ഇത് 0 ആണ്. ഇതിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അതായത് ഇതിന്റെ 1 ആണ്. അതായത് ഇതിന്റെ ഹൈയസ്റ്റ് പവർ ആയിട്ട് നമുക്ക് 5നെയാണ് എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. y⁻6 ഇല്ലേ എന്ന് ആലോചിക്കരുത്. 6 ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. 0 ഇൻറ്റു പറഞ്ഞാൽ 0 ആവും. മനസ്സിലായില്ലേ? അതായത് ഹൈയസ്റ്റ് പവർ 5 ആണ്. ഹൈയസ്റ്റ് പവർ എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് ഡിഗ്രി എത്രയായിരിക്കും? 5 ആയിരിക്കും. ഡിഗ്രി 5 ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ, ഇതില് പവർ 1 ആണ്, ഇതിൽ 6 ആണ്, ഇതിൽ 0 ആണ്. അതുകൊണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? വേഗം പറഞ്ഞോളൂ. ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. ഇവിടെ എത്രയാണ്? 2x ആണ്. ഇതിലെ ഒരു ടേമേ ഉള്ളൂ, ഒരു ടേം മാത്രമേ ഉള്ളൂ. ആ ടേമിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രി 1 ആണ്. ഇവിടെയോ 5 എന്ന് പറയുന്നതിന്റെ പവർ എത്രയാണ്? ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. കഴിഞ്ഞ മറന്നതാണ്, പോളിനോമിയൽ സെക്ഷനിൽ പറയേണ്ടതായിരുന്നു. 5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയും. മനസ്സിലായില്ലേ? 5 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5x raised to 0 എന്ന് എഴുതാം അല്ലേ. അതുകൊണ്ട് ഇതിനെ എന്ത് എഴുതാം? ഇതിന്റെ ഡിഗ്രി 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസിന്റെ ഒക്കെ ഡിഗ്രി 0 ആണ്. മനസ്സിലാക്കുക, പെട്ടെന്ന് നോട്ട് ചെയ്യാം. നോൺ സീറോ ആയിരിക്കും. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആയിരിക്കും. എല്ലാ നോൺ സീറോ 5ഓ 100ഓ 1/2ഓ എത്ര വന്നാലും ആ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി 0 ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ, 0 ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 0 എന്ന് പറയുന്നത് മക്കളെ നമുക്ക് 0x raised to 100 plus 0x raised to 90 plus 0x raised to 100 ആണെന്ന് പറയാൻ പറ്റുമോ? ഈ ടേം ഇല്ല അല്ലേ. അപ്പൊ ഇത് 0 ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയാൻ പറ്റുമോ? 0 ഡിഗ്രി അല്ലല്ലോ. ഇതില് 0 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതായത് ഈ 0 എന്ന് പറയുന്നത് ഇവിടെ 100 നമുക്ക് എത്ര വേണമെങ്കിൽ എഴുതാം ഡിഗ്രി അല്ലേ. പക്ഷേ ഇതൊന്നും കൺസിഡർ ചെയ്യാത്ത ടേംസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ 0 എന്ന് പറയുന്ന 0 പോളിനോമിയൽ എന്ന് പറയും. 0 പോളിനോമിയലിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഓർക്കുക, കോൺസ്റ്റന്റ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. അതേസമയം 0 പോളിനോമിയലിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ 2 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇവിടെ 0 വരാൻ പാടില്ല, കോൺസ്റ്റന്റ് ആയിരിക്കണം. നോൺ സീറോ കോൺസ്റ്റന്റ് അല്ലേ എന്ന് ചോദിക്കരുത്. നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ് എന്നും
അതുപോലെ സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് നമുക്ക് എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല. നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലേ? നോട്ട് ഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല അതിന്. ഓർക്കുക, ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ ദ പോളിനോമിയൽ, അല്ലേ? ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ പോളിനോമിയൽ ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. രണ്ടാമത്തെ പോയിന്റ്, നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തത് ക്ലാസിഫിക്കേഷൻ എന്ന സെക്ഷനിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ഇൻ 1 വേരിയബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, നമുക്ക് ക്ലാസിഫിക്കേഷൻ 2 ബേസിസിൽ നടത്താം. ഒന്ന് നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ടും ഒന്ന് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽസ് വെച്ചും. അതായത് നമ്പർ ഓഫ് ടേംസ് വെച്ച് ക്ലാസിഫിക്കേഷൻ നടത്താം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ് എന്ന് നോക്കിയോ രണ്ടാമതായി നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. നോക്കൂ, നമ്പർ ഓഫ് ടേംസ്, ഒരു പോളിനോമിയലിൽ ഒരു ടേം മാത്രമാണ് ഉള്ളതെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോമിയൽ എന്ന് പറയുന്നത്. മോണോമിയൽ, ശ്രദ്ധിക്കുക, മോണോമിയൽ. നമ്പർ ഓഫ് ടേംസ് 1 ആണെങ്കിൽ അതിന്റെ പേരാണ് മോണോമിയൽ. ആ പോളിനോമിയലിന്റെ പേരാണ് മോണോമിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 3x √2x⁻²100 1/2. എക്സാമ്പിൾ എഴുതാം, അല്ലേ? ഏത് വേണമെങ്കിലും എഴുതാം. -2x⁵5. ഒരു ടേം മാത്രമാണ് ഉള്ളതെങ്കിൽ ഇതൊക്കെ നമുക്ക് മോണോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ ഡിഗ്രി എത്രയായാലും വിരോധമില്ല, നമുക്ക് ഒരു ടേം മാത്രമാണുള്ളത് എങ്കിൽ അതിനെ മോണോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് 2 ടേംസ് ഉള്ളത്? നമ്പർ ഓഫ് ടേംസ് 2 ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് 2 ടേംസ് ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നത്. ബൈനോമിയൽ ബൈ 2 എന്നാണ്, അല്ലേ? മോണോ എന്ന് പറഞ്ഞാൽ 1, ബൈനോമിയൽ ബൈ 2 എന്ന് പറഞ്ഞാൽ, അല്ലേ? ബൈനോമിയൽ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കുന്നുണ്ടാവും, അല്ലേ? 2x + 5. ഇതിൽ 2 ടേം മാത്രമാണ്. 2x എന്ന് പറയുന്നത് ഒരു ടേം ആണ്. ടേംസിനെ നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് കൊണ്ടാണ് യോജിപ്പിക്കുക. ഇവിടെ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. അതുകൊണ്ട് ഇതൊരു 2 ടേം ഉള്ള പോളിനോമിയൽ ആണ്, ബൈനോമിയൽ ആണ്. എക്സാമ്പിൾ, നെക്സ്റ്റ് എക്സാമ്പിൾ പറയാം. √3x -1. ഓക്കെ, അടുത്തത് x⁻100 മൈനസ് അല്ലെങ്കിൽ പ്ലസ് ½ x², എന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്തത് 5 - 2x. ഇതൊക്കെ 2 ടേമുള്ള പോളിനോമിയലിന്റെ എക്സാമ്പിളുകളാണ്. 2 ടേമുള്ള പോളിനോമിയലിനെയാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്പർ ഓഫ് ടേംസ് 3 ആണെങ്കിൽ അതിനെയാണ് ട്രൈനോമിയൽ എന്ന് പറയുന്നത്. ട്രൈനോമിയൽ, ട്രൈ 3, അല്ലെ? ട്രൈനോമിയൽ. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ എഴുതാലോ. 2x² + 3x -1, അല്ലെ? 5y³ + 3 y². ഇതേപോലെ നിങ്ങൾക്ക് എത്ര എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാൻ സാധിക്കും. ½ z² -2 + z. പോളിനോമിയൽ ഇൻ ദ വേരിയബിൾ z ആണ്, അല്ലേ? പോളിനോമിയൽ ഇൻ y, പോളിനോമിയൽ ഇൻ x. ഇങ്ങനെ 3ആയി തരംതിരിക്കാം. നമ്പർ ഓഫ് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഡിഗ്രി 1 ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി 1 ആണ്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ മക്കളെ?
ലീനിയർ ഡിഗ്രി 1, അതായത് വേരിയബിൾ എക്സ് ആണെങ്കിൽ എക്സ് ഉൾപ്പെടണം, എക്സ് സ്ക്വയർ ഒന്നും വരാൻ പാടില്ല, എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയലാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയലാണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് എത്ര വേണമെങ്കിലും 2 ആവാം, 1 ആവാം, എത്ര വേണമെങ്കിലും ആവാം. 2x ക്ലിയർ. ഇതിന് അടുത്ത 1 ഉണ്ടാകാം, കോൺസ്റ്റന്റ് ടേം ഉണ്ടാകാം, അല്ലെങ്കിൽ വേണ്ട. നെക്സ്റ്റ് അടുത്തത് ഒരു 3y മൈനസ് ഹാഫ് അല്ലേ, ഫസ്റ്റ് ഡിഗ്രിയാണ്, ബൈയുടെ പവർ 1 ആണ്, ഡിഗ്രി 1 ആണ്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയലാണ്. ഇതിന്റെയും ഡിഗ്രി ഇതിന്റെ നോക്കൂ, ബൈയുടെ എക്സ്പോണന്റ് 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയലാണ്. മനസ്സിലായില്ലേ? അടുത്തത് ഡിഗ്രി 2. ഡിഗ്രി 2 ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2 സെക്കൻഡ് ഡിഗ്രി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 10th ഒക്കെ പഠിക്കുന്നത്, 10th മാത്രമല്ല +1 +2 ഒക്കെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ വരും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എക്സ് സ്ക്വയർ. ഒരു എക്സാമ്പിൾ ആണ് എക്സ് സ്ക്വയർ. ഇതിന്റെ ഹൈയസ്റ്റ് പവർ 2 ആണ്, അത് 2 ആണ്, സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി ആണ്. 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 അല്ലേ? മാക്സിമം എത്ര ഉണ്ടാവും ടേംസ്? ഇതിൽ എത്ര മാക്സിമം? സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എത്ര ടേംസ് കൂടെ ഉണ്ടാവും? 1 2 3. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ മാക്സിമം 3 ടേംസ്. അത് 1 ആവാം, 1 ആകാം, 2 ആകാം, ഇത് 0 വരാം അല്ലേ? പക്ഷെ ഏത് 0 വരാൻ പാടില്ല? ഇവിടെ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 വരാൻ പാടില്ല. അത് ഞാൻ പിന്നെ പറയാം, ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വേറൊരെണ്ണം എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 3x സ്ക്വയർ പ്ലസ് 1. 3x സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ആവാൻ പാടില്ല അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 0 ആണ്. എക്സ് ടേം ഇല്ല, അതിൽ കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന്റെ ജനറൽ ഫോം ഇപ്പൊ തന്നെ പറയാം നമുക്ക്. എന്താണ്? എക്സ് സ്ക്വയർ വരണം, അതായത് ax സ്ക്വയർ bx പ്ലസ് c. ഇതിന്റെ ജനറൽ ഫോം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. ഇതിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 വരാൻ പാടില്ല. a നോട്ട് ഈക്വൽ ടു 0. ബിയും സിയും 0 ആകാം, അല്ലാതിരിക്കാം അല്ലേ? ഇതിൽ ബിയും സിയും 0 ആണ്. കണ്ടോ, ഈ ടേമും ഇല്ല. ഇതിലാണെങ്കിൽ എയും ബിയും സിയും 0 അല്ല. ഇതിലാണെങ്കിൽ എ 0 അല്ല. എ എന്ന് പറയുന്നത് 3 ആണ്. ax സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് എ 0 അല്ല, പക്ഷേ ബി 0 ആണ്, സി 1 ആണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് അടിസ്ഥാനല്ലേ. അടുത്തത് നമ്മൾ ഡിഗ്രി 3 വരുമ്പോഴാണ് ഇത് ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 3 ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആയ പോളിനോമിയൽസിനെയാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ് ക്യൂബ്ഡ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. മാക്സിമം എത്ര നമ്പർ ടേംസ് വരാം? എത്ര നമ്പർ ഓഫ് ടേംസ്? ക്യൂബിക് 3 ഡിഗ്രി ആണെങ്കിൽ 4 ടേംസ്. മനസ്സിലായില്ലേ? അതായത് ഡിഗ്രി 3 2 1 പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം. അതായത് മാക്സിമം 4 ടേംസ് വരാം. ക്ലിയർ? ഡിഗ്രി നോക്കുക, ഡിഗ്രി 3 ആണെങ്കിൽ അതിൽ പരമാവധി മാക്സിമം 4 ടേംസ് വരാം. 4 ടേംസിലേക്കാൾ കൂടുതൽ വരില്ല എന്നർത്ഥം. ഇവിടെ 2x ക്യൂബ്ഡ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി 3 ആയ ഒരു പോളിനോമിയലാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം? ax ക്യൂബ്ഡ് പ്ലസ് bx സ്ക്വയർ പ്ലസ് cx പ്ലസ് d അല്ലേ? a 0 ആകാൻ പാടില്ല. നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് എഴുതി ക്ലിയർ ആണോ? അകലെ ആയതുകൊണ്ട് ക്ലിയർ ആണോ എന്നൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ അടുപ്പിച്ച് എഴുതി തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിത് ക്ലാസിഫിക്കേഷൻ ഒരേ ഇതിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ചെയ്തത്. നിങ്ങൾ പറയണത് നോട്ട് ചെയ്ത് വെക്കുക, എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
നോക്കൂ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇത്രയാണ്. ഡിഗ്രി 1 ഉള്ളത് ലീനിയർ പോളിനോമിയൽ അല്ലേ, ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി 2 ഉള്ളത് സെക്കൻഡ് ഡിഗ്രി ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ. ഇനി n ഡിഗ്രി ആണെങ്കിലോ n ഡിഗ്രി പോളിനോമിയൽ എന്ന് തന്നെ പറയാം. ജനറൽ ആയിട്ട് 10 ഡിഗ്രി ആണെങ്കിൽ 10 ഡിഗ്രി പോളിനോമിയൽ, n ഡിഗ്രി ആണെങ്കിൽ n ഡിഗ്രി പോളിനോമിയൽ. 3 വരെ നമ്മൾ പരമാവധി അതിന്റെ പേര് പറയുന്നുള്ളൂ എന്നർത്ഥം അല്ലേ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്. എന്തായിരുന്നു? പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ എന്നുള്ളതും ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഫസ്റ്റ് ടോപ്പിക്. ക്ലാസിഫിക്കേഷൻ ആണ് നമ്പർ ഓഫ് ടേംസ്, ബേസിസ് ഓഫ് നമ്പർ ഓഫ് ടേംസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽസ്. നിങ്ങൾ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആൻഡ് ഫോർമുല ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കൺസെപ്റ്റ് ആൻഡ് ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെക്കുക. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ ഒറ്റ പേജിൽ എഴുതാവുന്നതേ ഉള്ളൂ. നമ്മൾ എല്ലാ ടൈപ്പ് പോളിനോമിയലും കൂടി നമുക്ക് ഒറ്റ നോട്ടത്തിൽ റിവിഷന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. നീറ്റായിട്ട് 2 പേജ് കൂടി എടുത്ത് നിങ്ങൾ വലുതാക്കി വരച്ച് എഴുതി വയ്ക്കുക. ക്ലിയർ? പ്രധാനപ്പെട്ട പോയിന്റ്സ് അതാത് ദിവസം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വന്ന് അത് ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിന് അത് മനസ്സിലാക്കി വയ്ക്കുക. വലുതായി എക്സ്പാൻഡ് ചെയ്തിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എന്താണ് ആ പോയിന്റ് എന്ന് മനസ്സിലാവണം. അതിനൊരു ചെറിയ എക്സാമ്പിൾ മനസ്സിലാവണം. ജനറൽ ഫോം ഓഫ് n ഡിഗ്രി പോളിനോമിയലാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 10 ഡിഗ്രി 10 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഡിഗ്രി 10 ആണ് എങ്കിൽ ആ പോളിനോമിയലിനെ നമുക്ക് വേണമെങ്കിൽ x⁻10 ഉൾപ്പെടണം. x ആണ് വേരിയബിൾ എങ്കിൽ x⁻10 ഉൾപ്പെടണം ഉറപ്പാണ്. ഇതിന്റെ അടുത്തുള്ള കോഎഫിഷ്യന്റ് ഒരിക്കലും 0 വരാൻ പാടില്ല. 0 വന്നാൽ ഡിഗ്രി 10 ആണെന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെ A10 എന്ന് എഴുതാൻ പോവാണ്. ABCD എത്ര തവണ എഴുതും? ആൽഫബറ്റ്സ് ഒരു ഫൈനൈറ്റ് ആണ് അല്ലേ. A10 എഴുതുകയാണ്. A10 x⁻10 പ്ലസ് A10 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്, അതായത് 5 or 3 or എത്രയെങ്കിലും ആയിരിക്കും. A9 x⁻9. ഇത് ടേം ഇല്ലാതിരിക്കോ A9 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ചിലപ്പോൾ 0 ആകാം അല്ലേ. ഈ ടേം തന്നെ ചിലപ്പോൾ ഇല്ലാതെയാകാം. അടുത്തത് A8 x⁻8. അടുത്ത A7 x⁻7. A6 x⁻6. ഇതൊക്കെ A8 A7 A6 എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ. കോഎഫിഷ്യന്റ്സ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ തുടർന്ന് പോകുന്ന A5 A4 A3 x³ പ്ലസ് A2 x² പ്ലസ് A1 x⁻1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ A0 10 ഡിഗ്രി ആണെങ്കിൽ പോളിനോമിയലിന്റെ ഡിഗ്രി 10 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ എഴുതാൻ സാധിക്കും. Ax⁻10 പ്ലസ് Bx⁻9 പ്ലസ് Cx⁻8 പ്ലസ് Dx⁻7 എന്നൊക്കെ എഴുതുന്നത് പോലെ നമുക്ക് Z കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് A10 10 ഡിഗ്രി ആണെങ്കിൽ 10 എന്ന് തുടങ്ങുക. x⁻10 അല്ലേ വേണ്ടത്. അപ്പൊ A10 എന്ന് പറയുന്ന ഒരു നമ്പർ. അതുപോലെ A10 x⁻10 A9 x⁻9 നമുക്ക് ഓർക്കാൻ എളുപ്പത്തിലാണ് ഇങ്ങനെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ടേംസ് മാക്സിമം വരാൻ സാധിക്കും? ഇത് എന്തായാലും ഉണ്ടാകും. 1 ടേം എന്തായാലും ഉണ്ടാകും അല്ലേ. ബാക്കിയൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. മാക്സിമം 10 തൊട്ട് 1 വരെ ആകുമ്പോൾ തന്നെ 10 ടേംസ് ആയി. പിന്നെ ഒരു A0 കൂടിയുണ്ട്, അതായത് 10 + 1 11 ടേംസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാം. 10 ഡിഗ്രി 10 ആണെങ്കിൽ അതിൽ മാക്സിമം എത്ര ടേംസ് ഉണ്ടായിരിക്കാം? 11 ടേംസ് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 5 ആണെങ്കിലോ? ഡിഗ്രി 5 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ടേംസ് 6 ആയിരിക്കും അല്ലേ. നമുക്ക് A5 x⁻5 പ്ലസ് A4 x⁻4 അങ്ങനെ എഴുതി പോകാം. നമുക്ക് 10 ഡിഗ്രി ആണെങ്കിലോ? 10 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ ഈ ജനറൽ ഫോം എഴുതും എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. x⁻n ആണ്. n ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി n ആണെങ്കിൽ x⁻n ഉൾപ്പെടണം എങ്കിൽ ഇതിന്റെ കോൺസ്റ്റന്റിനെ നമുക്ക് an എന്ന് എഴുതാം അല്ലേ. അടുത്ത പവർ x⁻n-1 ആവും എങ്കിൽ ഇവിടുത്തെ കോഎഫിഷ്യന്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് an-1 എന്ന് എഴുതി പോകാം. ഓക്കെ, ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ an-2 x⁻n-2 ഇങ്ങനെ തുടർന്ന് നമ്മൾ അവസാനം എത്തുക എവിടെയാണ്?
നമ്മൾ എപ്പോഴും അവസാനത്തെ ഒരു 2-3 ടൈം എഴുതുക. ഓക്കെ, നമുക്ക് a2 x സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ടാക്കാം, പ്ലസ് a1 x അല്ലേ, ഉണ്ടാകാതിരിക്കാം, പ്ലസ് a0. പക്ഷേ ജനറൽ നിങ്ങളിത് എഴുതുമ്പോ ഉറപ്പായിട്ടും പറയണം ഏത് 0 അല്ല, an നോട്ട് ഈക്വൽ ടു 0. an ഒരിക്കലും 0 എന്ന നമ്പർ ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ മൊത്തം 0 ആയി പോകും. പിന്നെ ഇതിന്റെ ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താവില്ല, n ഡിഗ്രി ആവില്ല. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി n ഡിഗ്രി ആവില്ല. ഇവിടെയാണെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് പറയണം a10 0 അല്ല എന്ന് കൃത്യമായിട്ട് പറയണം. a10 നോട്ട് ഈക്വൽ ടു 0 ഡിഗ്രി 10 ആണെങ്കിൽ a10 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റ് ഒരിക്കലും 0 ആകാൻ പാടില്ല. ക്ലിയർ ആണോ മക്കളെ? ജനറൽ ഫോം ഓഫ് n ഡിഗ്രി പോളിനോമിയൽ. ഇനി നമുക്ക് ജസ്റ്റ് എക്സസൈസ് 2.1 ഒന്ന് നോക്കാം. Which of the following expressions of the polynomial in one variable and which are not? State reasons for your answer എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഫസ്റ്റ് 4x² - 3x + 7. ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെച്ച് നിങ്ങൾ ഇതിനെ പരിശോധിക്കുക. ഫസ്റ്റ് നമുക്ക് 1 ഡിഗ്രി 1 വേരിയബിൾ ആണോ എന്നാണ് ചോദ്യം, പോളിനോമിയൽ ആണോ അത് 1 വേരിയബിൾ ആണോ എന്നാണ് ചോദ്യം. ഫസ്റ്റ് വേരിയബിൾ പോളിനോമിയൽ ആണ്, അതേപോലെ 1 വേരിയബിൾ ആണ്. സെക്കൻഡും അതേ y² + √2 എന്നാണ്, അത് പോളിനോമിയൽ ആണ്, അതേസമയം അതൊരു 1 വേരിയബിൾ ആണ്. 3√2 √t + t√2 3√t + t√2. ഈ ഒരു പോയിന്റ് √t വന്നാൽ വേരിയബിൾ റൂട്ടിന്റെ ഉള്ളിൽ വന്നാൽ ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പൊ 1 വേരിയബിൾ ആണോ ചോദിച്ചാൽ 1 വേരിയബിൾ ആണ്, പക്ഷേ അത് പോളിനോമിയലേ അല്ല. അപ്പൊ ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ എന്ന് നമ്മൾ എഴുതേണ്ട വരും. t⁻² ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അതേപോലെ y + 2/y ഇതേപോലെ ഡിനോമിനേറ്ററിൽ വേരിയബിൾ വന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. ഇത് ഡിനോമിനേറ്ററിൽ y⁻1 ആണ്, അതുകൊണ്ട് ഇതും ഒരു പോളിനോമിയൽ അല്ല. അതേസമയം വേരിയബിൾ ഡിനോമിനേറ്ററിൽ വന്നാൽ എല്ലാം പോളിനോമിയൽ അല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് y² + y / y ഇതൊരു പോളിനോമിയൽ ആണോ ചോദിച്ചാൽ ഉടനെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. y² / y + y/y ഇതെന്താണ്? ഇത് y² / y y + y/y 1. ഇതൊരു പോളിനോമിയൽ ആണ്. ഡിനോമിനേറ്ററിൽ y വന്നു എന്നുള്ളത് കൊണ്ട് പോളിനോമിയൽ ആകാതിരിക്കരുത്, ആവില്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഡിനോമിനേറ്ററിൽ y വരുന്നുണ്ടോ, വേരിയബിൾ വരുന്നുണ്ടോ നോക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിലും ഡിനോമിനേറ്ററിൽ y വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിനോമിയൽ അല്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇതിനെ ഇനി ഒരു സ്പ്ലിറ്റ് ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഇത് പോളിനോമിയൽ അല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് 2⁻⁻, അടുത്തത് പോളിനോമിയൽ ആണ്. ഓക്കെ, പക്ഷെ അത് 2 വേരിയബിൾ ഉണ്ട്, y-ഉം t-യും ഉണ്ട്, അതുകൊണ്ട് 1 വേരിയബിൾ അല്ല എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. പോളിനോമിയൽ ആണ്, പക്ഷേ 1 വേരിയബിൾ അല്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ എക്സ്ട്രാ നമുക്കൊന്ന് പറഞ്ഞു പോവാണ്. 2⁻³ 3x + 2 ഇതൊരു വേരിയബിൾ പോളിനോമിയൽ ആണോ 1 വേരിയബിൾ ഉള്ളത്? അപ്പൊ -3 പവർ വന്നില്ലേ, അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല എന്ന് ചിന്തിക്കരുത്. ഇത് നമ്മളെ കോയിഫിഷ്യന്റ് കോൺസ്റ്റന്റ് ടേബിളാണ് 2⁻³ എന്ന് പറയുന്നത്. ഇത് 1/8 എന്നുള്ളതാണ്, 1/2³ ആണ് അല്ലേ. നമ്മൾ നോക്കേണ്ടത് വേരിയബിളിന്റെ പവർ മാത്രമാണ് ഹോൾ നമ്പർ ആവുന്നത്. വേരിയബിളിന്റെ പവറാണ് ഹോൾ നമ്പർ ആവുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ വേരിയബിളിന്റെ പവറാണ് നമുക്ക് ഹോൾ നമ്പർ വരേണ്ടത്. മറ്റേ കോയിഫിഷ്യന്റ് ഏതൊരു റിയൽ നമ്പറും ആകാം. അടുത്തത് റൈറ്റ് ദ കോയിഫിഷ്യന്റ് ഓഫ് x². ഓക്കെ, വളരെ സിമ്പിളാണ്. x² കോയിഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ ഒരെണ്ണം മാത്രം പറഞ്ഞുതരാം. 2 + x² + x. x² കോയിഫിഷ്യന്റ് x² ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ 1x² ആണ്, അതുകൊണ്ട് x² കോയിഫിഷ്യന്റ് 1 ആണ്. അത് എഴുതിയിട്ടില്ലേ ഉള്ളൂ. x² എത്ര ടൈമാണ്, അതായത് 1 ടൈമാണ്, 1x² ആണ്, അതുകൊണ്ട് കോയിഫിഷ്യന്റ് 1 ആണ്.
എക്സ് സ്ക്വയറിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പറിനെയാണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊന്നൊക്കെ അതിൽ സിമ്പിളാണ്. √2x - 1 എന്നതിൽ എക്സ് സ്ക്വയർ ഇല്ലെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് 0 ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഇനി അടുത്തത് give one example each of the polynomial of degree 35 and monomial of degree 100. ഡിഗ്രി 35 വരുന്ന ഒരു പോളിനോമിയൽ ഏതിനെ ബൈനോമിയലിന് എക്സാമ്പിൾ ചെയ്താലാണ്. ഡിഗ്രി 35 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുക 35 ഇടുക. ഇനി ഇതിൻ്റെ അടുത്ത നമ്പർ എഴുതാതിരിക്കാം. മനസ്സിലായില്ലേ? ബൈനോമിയൽ ആണ്, അതുകൊണ്ട് ഏതെങ്കിലും വേറൊരു ടേം കൂടി എഴുതുക പ്ലസ് അല്ലേ. x⁵35 2 3 എത്ര വേണമെങ്കിലും എഴുതാം. 1 ആവണമെന്നില്ല, എക്സ് സ്ക്വയറിനോ വേറെ 35 പുറമുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ഒരു ടേം ഒരു പവറുള്ള ടേം എഴുതുക കേട്ടോ. ഇനി 2 മോണോമിയൽ എഴുതാനാണ്. ഡിഗ്രി 100 ഉള്ള മോണോമിയൽ. ഡിഗ്രി 100 എന്ന് പറഞ്ഞാൽ x⁻100. ഇത് തന്നെ ഒരു എക്സാമ്പിൾ എഴുതി കൂടെ. മോണോമിയൽ ആവണം, ഒരു ടേമേ പാടുള്ളൂ. അതുകൊണ്ട് ഡിഗ്രി 100 x⁻100. 2x⁻100 ഹാഫ് x⁻100 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. അടുത്തത് ഡിഗ്രി പറയാനാണ്. 5x³ + 4x² + 7x ഹയസ്റ്റ് പവറാണ് ഡിഗ്രി എന്ന് നിങ്ങൾക്കറിയാം. അത് 3 ആണ്. x³ ആണ് അതിൽ വലുത് വരുന്നത്, അത് 3 ആണ്. 4 - y²ൻ്റെ ഡിഗ്രി 2 ആണ്. 5t - √7 t⁻1 ആണ്, അതുകൊണ്ട് പവർ 1 ആണ്. 3 എന്ന കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. ക്ലാസിഫൈ ലീനിയർ ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. അതായത് ആദ്യത്തേന് x² + x ആണ്, അത് പവർ 2 ആണ്, അത് ക്വാഡ്രാറ്റിക് ആണ്. സെക്കൻഡ് x - x³ അതിൽ പവർ x³, അതായത് പവർ 3 ആണ്, അതുകൊണ്ട് അത് എന്താണ് ക്യൂബിക് പോളിനോമിയലാണ്. y + y² + 4 ഹയസ്റ്റ് ഡിഗ്രി 2 ആണ്, അതിൽ ക്വാഡ്രാറ്റിക് 1 + x, അതായത് എക്സിൻ്റെ പവർ 1, അതുകൊണ്ട് അത് ലീനിയർ. 3t ലീനിയർ ആണ് അല്ലേ. അടുത്തത് x² പവർ 2 ആണ്, അതുകൊണ്ട് ക്വാഡ്രാറ്റിക് ആണ്. നെക്സ്റ്റ് 7x³ എന്ന് പറയുമ്പോൾ പവർ 3 ആണ് മക്കളെ, അതുകൊണ്ട് അത് ക്യൂബിക് പോളിനോമിയൽ ആണ്. നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക, കൺസെപ്റ്റ് ആൻഡ് ഫോർമുല ബുക്ക് ഉണ്ടാക്കുക. നമുക്ക് സിമ്പിളായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രയും അത് സമയം നീണ്ടുപോയത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.